ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ടോ മാർക്കറ്റ് എയർ ഡ്രോപ്പിനെ പറ്റിയിട്ടാണ്. ടെലഗ്രാം എയർ ഡ്രോപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. ടോട്ടൽ സപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 1 ട്രില്യൺ ടോക്കൺസ് ആണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. കണ്ണ് തള്ളി പോകുന്ന സപ്ലൈ തന്നെയാണ്. അപ്പോൾ അത്രയും കുറഞ്ഞ വിലയെ ഒരു ടോക്കൺ ഉണ്ടാവുള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പിനനുസരിച്ചാണ് വില വരിക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മാർക്കറ്റ് ക്യാപ്പും ആയിരിക്കും ടോ മാർക്കറ്റിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ രീതിയിലുള്ള എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഇതുവരെ ഒരു രീതിയിലുള്ള പേയ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു രൂപ പോലും ഇതിനു വേണ്ടി മുടക്കിയിട്ടില്ല, ഇനി മുടക്കാനും പോകുന്നില്ല. ഓക്കെ, അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിൽ ഇടപെടുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി 5 ദിവസമാണ് ഈ ടൊമാറ്റോ ടോക്കണിൻ്റെ ലിസ്റ്റിങ്ങിനുള്ളത്. അപ്പോൾ എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം. ടോ മാർക്കറ്റിൻ്റെ ടെലഗ്രാം മിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് അസറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അസറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ടു CX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളാണ്. എന്ന് വെച്ചാൽ ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ്, അതുപോലെ തന്നെ ബിങ്എക്സ് ഇതുപോലുള്ള എക്സ്ചേഞ്ചുകളാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ. ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നിലവിലുള്ളത്. ഓക്കെ, അതല്ല നമുക്ക് ബിറ്റ്ഗെറ്റ് വാലറ്റിലേക്ക് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം വാലറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് ഫീ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ടോൺ ബ്ലോക്ക് ചെയിനിലല്ല ഈ ഒരു കോയിൻ ലിസ്റ്റ് ആവുന്നത്, ആപ്റ്റോസ് ബ്ലോക്ക് ചെയിനിലാണ്. ഓക്കെ, ആപ്റ്റോസ് ബ്ലോക്ക് ചെയിൻ ടോണിനേക്കാളും ബെറ്റർ തന്നെയാണ്. പക്ഷേ ഈ ടോ മാർക്കറ്റ് എന്ന് പറയുന്ന പ്രൊജക്ട് അത്ര കിടിലനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ബ്ലോക്ക് ചെയിൻ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ടോണിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഉള്ളത് ആപ്റ്റോസ് തന്നെയാണ്. ആപ്റ്റോസ് തന്നെയാണ് കൂടുതൽ ഗ്രോത്തും വരുന്ന ബുൾ റണ്ണിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല കാര്യം തന്നെയാണ് ആപ്റ്റോസിലേക്ക് പോകുന്നത്. ആപ്റ്റോസ് ആണ് കുറച്ചും കൂടെ നല്ല നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബിറ്റ്ഗെറ്റ് ആണ്. അതുപോലെ തന്നെ വാലറ്റും ബിറ്റ്ഗെറ്റ് തന്നെയാണ്. ബിറ്റ്ഗെറ്റ് വാലറ്റിലേക്ക് എടുക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വാലറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് ചിലപ്പോൾ വാലറ്റിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല ടോക്കൺസ്. ചിലപ്പോൾ ലിസ്റ്റിംഗ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എത്തുക. അപ്പോഴേക്കും പ്രൈസ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ചേഞ്ചിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഫീയും വേണ്ടി വരില്ല. വാലറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഗ്യാസ് ഫീ വേണ്ടി വരും. അത് പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ തന്നെ എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് അവസാനിക്കുന്നത് ഡിസംബർ 18-ാം തീയതിയാണ്. അതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അന്ന് തന്നെ ടോക്കൺസ് എക്സ്ചേഞ്ചിലേക്ക് എത്തില്ല. ഡിസംബർ 20-ാം തീയതിയാണ് വരിക. അതായത് ലിസ്റ്റിങ്ങിൻ്റെ അന്നാണ് വരിക. ലിസ്റ്റിങ്ങിന് തൊട്ട് മുൻപായിട്ട് എക്സ്ചേഞ്ചിലെത്തും. വാലറ്റിൽ അപ്പം തന്നെ എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. വാലറ്റിലേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ആവുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ എടുക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചിലേക്ക് തന്നെ എടുക്കാനാണ്. ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണോ എന്നുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത്. പ്രീ ഡെപ്പോസിറ്റ് ആണ്. പ്രീ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടൈം ഓട്ടോമാറ്റിക്കലി ഡെപ്പോസിറ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. 219% APY ആണുള്ളത്. 10 ദിവസത്തേക്കാണ് സ്റ്റേക്കിംഗ്. ഓക്കെ, ഈ സ്റ്റേക്കിംഗ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷർ കാര്യങ്ങളെല്ലാം കുറയ്ക്കാനാണ്. ഞാൻ എന്തായാലും സ്റ്റേക്ക് ചെയ്യുന്നില്ല. സ്റ്റേക്ക് ചെയ്യണോ വേണ്ട എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ആൻഡ് സ്റ്റാർട്ട് പ്രീ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബിറ്റ്ഗെറ്റിൻ്റെ ഓപ്ഷൻ വരെ ജസ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാക്സ് കൊടുക്കുക. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ എമൗണ്ട് അപ്പോൾ സെലക്ട് ആവും. പിന്നെ കൊടുക്കേണ്ടതാണ് UIDയും ഡെപ്പോസിറ്റ് അഡ്രസ്സും ആണ്. ആപ്റ്റോസ് നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് ആണല്ലോ, അത് ആപ്റ്റോസ് കോയിൻ അല്ല. ആ കാര്യം മനസ്സിലാക്കുക. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതാണ് ബിറ്റ്ഗെറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച്. ഓക്കെ, എക്സ്ചേഞ്ച് ആണ് വേണ്ടത്, വാലറ്റ് ആപ്പ് അല്ല. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആപ്പാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. വേണ്ടവരാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം വേണ്ട എന്താ, UID ആണ്. UIDക്ക് വേണ്ടി ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമുക്ക് മെനു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പേരും തൊട്ട് താഴെ തന്നെ UIDയും കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. പ്രൊഫൈലിലേക്ക് വന്നാൽ UID ഉണ്ട്, കോപ്പി ബട്ടൺ ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി കൊടുക്കുക. ടോ മാർക്കറ്റിൻ്റെ മിനി ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കേണ്ട എന്താണ്, ഡെപ്പോസിറ്റ് അഡ്രസ് ആണ്. ബിറ്റ്ഗെറ്റിലേക്ക് വന്നതിന് ശേഷം അസറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അസറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ട ടോമ എന്ന് പറയുന്ന ടോക്കണാണ്. അതാണ് ടോ മാർക്കറ്റിൻ്റെ ടോക്കൺ. ഓക്കെ, TOMA എന്ന് പറയുന്ന ടോക്കണാണ് ടോമ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടോമ പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ടോ മാർക്കറ്റ് ഉണ്ട്. ഈ ടോമ പോയിന്റ്സ് അല്ല നമുക്ക് വേണ്ടത്, അത് ഓൾറെഡി സസ്പെൻഡഡ് ആണ്. അതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ കാണാൻ പറ്റും ടോമ എന്ന് പറയുന്ന ടോ മാർക്കറ്റിൻ്റെ ടോക്കണാണ് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് നെറ്റ്വർക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ആപ്റ്റോസ് ആണ് വരിക. ഓക്കെ, നമുക്ക് വേറെ നെറ്റ്വർക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് ആപ്റ്റോസിലാണ് ലിസ്റ്റ് ആയിരിക്കുന്നത് ഈ കോയിൻ. ഓക്കെ, ലിസ്റ്റ് ആവാൻ പോകുന്നത്, ലിസ്റ്റായി കഴിഞ്ഞിട്ടില്ല, ലിസ്റ്റ് ആവാൻ പോകുന്നത് ആപ്റ്റോസ് നെറ്റ്വർക്കിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടും. ഇത് കൃത്യമായിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്യുക, നേരത്തെ കാണിച്ച പോലെ തന്നെ. അപ്പോൾ ഡെപ്പോസിറ്റ് എമൗണ്ട്, അതുപോലെ തന്നെ UID, അതുപോലെ തന്നെ നമ്മുടെ ആപ്റ്റോസ് നെറ്റ്വർക്കിൻ്റെ ടോമ ടോക്കണിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് കൊടുക്കാനുള്ള ബട്ടൺ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റും വീൽ കണ്ടക്ട് ആൻറ്റി സിബിൽ ഡിറ്റക്ഷൻ ടോക്കൺ പ്രീ ഡെപ്പോസിറ്റ് ബൈ സിബിൽ അക്കൗണ്ട്സ് വോണ്ട് ബി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഒക്കെ സെയിം എക്സ്ചേഞ്ചിലേക്കും സെയിം വാലറ്റിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. എന്തായാലും ആ അക്കൗണ്ട്
ബാൻ ആവും, അല്ലെങ്കിൽ എന്താവും, നമ്മുടെ ഡെപ്പോസിറ്റ് ആയി വന്ന എമൗണ്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല, ഫ്രീസ് ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ സെയിം എക്സ്ചേഞ്ച് അക്കൗണ്ടിലേക്ക് എടുക്കാതിരിക്കും. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ബിഗ്ഗെറ്റ് കണക്ട് ആയിട്ടുണ്ട്. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത എന്തെങ്കിലും ഡീറ്റെയിൽസ്, ഡെപ്പോസിറ്റ് അഡ്രസ്സോ എമൗണ്ടോ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ UID എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൃത്യമായി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിലവിലുണ്ട്. എന്തായാലും അത് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി ലിസ്റ്റിങ്ങിന് തൊട്ട് മുൻപായിട്ട് ഓട്ടോമാറ്റിക്കലി ടോമ ടോക്കൺ സെക്ഷനിലേക്ക് എത്തിക്കോളും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വലിയ എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ടെലഗ്രാം എയർ ഡ്രോപ്പ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യം ഏതിലാണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒന്നിലും എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് വലിയ എമൗണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രയും കൂടുതൽ ക്ഷമയുള്ളവരാവണം. ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്സ് ചെയ്യണം. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ടെസ്റ്റ്നെറ്റുകളിൽ നിന്ന് മാത്രമേ വലിയ എമൗണ്ട് കിട്ടൂ. ടെലഗ്രാം എയർ ഡ്രോപ്സ് വലിയ എമൗണ്ട് കിട്ടില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വീണ്ടും എടുത്തു പറയുന്നു. വലിയ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000, 2000, 3000, 4000, $50,000 വരെ എയർ ഡ്രോപ്പ് കിട്ടുന്ന ടെസ്റ്റ്നെറ്റുകളുണ്ട്. ഓക്കെ, എന്ന് വെച്ച് എല്ലാ ടെസ്റ്റ്നെറ്റും നല്ലതാണോ? ഒരിക്കലും അല്ല. ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് വേണം ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പുകൾ ചെയ്യാൻ. ടെസ്റ്റ്നെറ്റുകളിലും ഒരുപാട് സ്കാം ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക ഒരു പ്രൊജക്റ്റിലേക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കൂടുതൽ റിസർച്ച് ചെയ്ത് ആ പ്രൊജക്റ്റ് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ടെലഗ്രാം എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, എന്ത് എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ മസ്റ്റായി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെയാണ് നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.